ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഒന്ന് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നമുക്ക് വീഡിയോ കാണാം. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, തേങ്ങ, പിന്നെ ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക്, പട്ട, ഏലക്കായ, പൂവ്, പിന്നെ 750 ഗ്രാം ലഗോൺ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം. അടുത്തതായി നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കാനായി നമ്മൾ 3-4 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയും, പിന്നെ ഒരു ചുള 1-2 ചുള വെളുത്തുള്ളിയും, ഒരു 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കാം. അടുത്തതായി നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടാനായി നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഏലക്കായ, കറാമ്പട്ട, കറാമ്പൂവ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് അടപ്പിട്ട് ഏതാനും വിസിലുകൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് തേങ്ങ ചിരകിയെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ തേങ്ങ കൊത്തുകളുടെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് വറവിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്.
അടുത്തതായി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പില, അല്പം വെളുത്തുള്ളി, പട്ട എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറവിടായി നമുക്ക് ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം, തേങ്ങയും എല്ലാം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കണം. വറുത്തരച്ച കറിയുടെ പ്രധാന രഹസ്യം എന്ന് പറയുന്നത് ഈ വറവ് തന്നെയാണ്. ഏകദേശം കളർ മാറി വരുന്നുണ്ട്. നമുക്കതിലേക്ക് അല്പം മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ വറവ് ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ചൂടായ വറുത്ത തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളക്കേണ്ടതായിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വറവ് ചേർക്കേണ്ടതുണ്ട്. വറവിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, വറ്റൽ മുളക്, കറിവേപ്പില. നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അടുത്തതായി വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്കാണ്. എൻ്റെ ഈ ചാനൽ ഞാൻ വൈവിധ്യമായ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.